ഹലോ ഗൈസ്, വെൽക്കം ടു അപ്പൂസ് വ്ലോഗ്. നമ്മളൊരു ഗെയിം പ്ലേ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മളിന്ന് കളിക്കുന്നത് ഗ്രാനി 3 ബൂത്തിലിട്ടാണ് കളിക്കുന്നത്. പിന്നെ ഗൈസ് നമ്മൾ നേരെ വീഡിയോയിലേക്ക് കിടക്കാണ്. പിന്നെ ഗൈസ് നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്താൽ ലൈക്ക് ചെയ്യുക. നമ്മുടെ ലൈക്ക് ടാർഗറ്റ് 10K ആണ്. എല്ലാവരും മാക്സിമം ലൈക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻട്രോ ഒക്കെ വരുന്നുണ്ട്. ഗൈസ് നമ്മൾ സ്കിപ്പ് ഇടർ പിടിച്ചങ്ങ് അമർത്താണ്. ഗൈസ് ഇപ്പോൾ ഡേ 1 ആയിട്ടുണ്ട്. എല്ലാവരും ലൈക്ക് ചെയ്യുക ഡേ 1 വേണ്ടിയിട്ട്. ഗൈസ് നമ്മൾ ഉറക്കത്തുനിന്ന് എനിക്ക് വന്നു. ഗൈസ് നമ്മൾ ഈ ഡോറൊന്നും തുറക്കണം. അവിടെ ഒരു സാധനം ഉണ്ട്, താക്കോല് പോലത്തെ. താക്കോലല്ല ഗൈസ്, ലോക്ക് പിക്കാണ്. ഗൈസ് ഈ സാധനം വെച്ച് തുറക്കലാണ് ഏറ്റവും പ്രശ്നം. 1 മണിക്കൂറാണ് ഒരു ലോക്ക് തുറന്നു വരാൻ. നമുക്ക് അങ്ങനെയൊക്കെ തുറക്കാം. നമ്മൾ തുറന്നുണ്ട്. ഞങ്ങൾക്ക് അവിടെ ട്രെയിനിൻ്റെ അടപ്പ് അവിടെ എന്തെങ്കിലും ഉണ്ടോ നോക്കാം. അവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പൊളിക്കും. നമുക്കൊരു കാര്യം ചെയ്യാം ഗൈസ്, നമുക്ക് ട്രെയിനിൻ്റെ സ്വിച്ച് പിടിച്ചാൽ മാറുന്നത്. അപ്പോൾ അമ്മച്ചപ്പൂപ്പന് വേഗം വന്നോളും. മതി, നമുക്ക് വേഗം അങ്ങോട്ട് പോകണം. അവിടെ എന്തിട്ടുള്ളതിന് വേഗം നോക്കാം. നമുക്ക് ഒന്ന് പ്ലാങ്ക് കിട്ടി. അപ്പോൾ നമുക്ക് നേരെ മുകളിലേക്ക് പോവാം. ഗൈസ് നമ്മുടെ ഒരു അൽമാരി ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഇരിക്കാറുണ്ട്. വേഗം ഇരിക്കാം ഗൈസ്. നമ്മൾ ഇരുന്നുണ്ട്. ഇനി അപ്പൂപ്പനും അമ്മച്ചി വരെ വെയിറ്റ് ചെയ്യാം. സാരം ഗൈസ് അമ്മച്ചിതേ പോണ്. അപ്പൂപ്പനും വരാണ്ട്. അപ്പൂപ്പൻ വന്നിട്ട് നമുക്ക് വലിയ കാര്യമല്ലോ. അപ്പൂപ്പനും പോയി. നമുക്ക് മുകളിലേക്ക് പോവാം. ഗൈസ് നമുക്ക് നേരെ മുകളിലേക്ക് പോവാം ഗൈസ്, അതാണ് നല്ലത്. അപ്പോൾ അവരങ്ങോട്ട് പോയിക്കാണ് ഗൈസ്. നമുക്ക് ഫസ്റ്റ് അടുക്കള ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം. അവിടെ എന്തെങ്കിലും ഉണ്ടോ നോക്കാം. നമുക്ക് ആദ്യം വലിപ്പിൽ എന്തെങ്കിലും ഉണ്ടോ നോക്കാം. ഒന്നുമില്ല നമുക്ക് ഈ അൽമാരിയിൽ. ഓ ഗൈസ് നമുക്ക് വെപ്പൺ കിട്ടിയിരിക്കുകയാണ്. ഗൈസ് നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് കല്ല് വറക്കണം. ഓ ഇവിടെയും ലോക്ക്. ഗൈസ് ഈ ലോക്ക് വരുമ്പോൾ അമ്മച്ചക്ക് വന്ന് നമ്മൾ തട്ടുന്നുണ്ട്. നമ്മൾ ലോക്ക് തുറന്നു. ഞങ്ങൾക്ക് പുറത്തേക്ക് ഓടാം. എന്നിട്ട് നമുക്ക് കുറച്ച് കല്ല് വറക്കാണ്ട്. ഇത് അടുത്ത പ്രശ്നം, ഈ കല്ല് കിട്ടില്ല ഗൈസ് എത്ര വറക്കിയാലും. ഇത് കല്ല് ആയോ അമ്മച്ചി? ഒരു കല്ല് കൂടെ ഓണെന്ന് വയ്ക്കുമോ? കല്ലില്ലാത്തൊരു വീട്. ഈ അവിടെ ഒരു കല്ല് കിടന്ന് തിളങ്ങുണ്ടാകും. നമുക്ക് അത് പോയി എടുക്കാം. ഈ സമയത്ത് അങ്ങ് അപ്പൂപ്പനും അമ്മച്ചി നമ്മൾ പെട്ടുപോകും ഗൈസ്, പെട്ടുപോകും. വരാണ്ടിരുന്നാൽ മതി. അപ്പൂപ്പനും അമ്മച്ചി അപ്പൂപ്പൻ പോയി. അമ്മച്ചി വന്നാലും അത്ര സീനില്ല. അമ്മച്ചി ഞങ്ങൾക്ക് ഓടാം. അമ്മച്ചി കണ്ട അപ്പൂപ്പൻ ചിലപ്പോൾ വെടിയൊക്കെ വെച്ചിടേ. കാരണം അപ്പൂപ്പൻ ഞങ്ങൾക്ക് കുറച്ച് പേടി. ഇതിൽ പോകണത്തെ അത്ര സേവില്ല, കാരണം നമ്മളവിടെ പ്ലാങ്ക് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ അമ്മച്ചി ഈ പ്ലാങ്കിൻ്റെ ശബ്ദം കേട്ട് ചിലപ്പോൾ വരും. അമ്മച്ചി അവിടെ വന്നിട്ട് തോന്നുന്നു. എവിടെ അമ്മച്ചി ട്രാപ്പ് ഇട്ടിപ്പോൾ? നമ്മുടെ ബിയർ ട്രാപ്പില്ലേ, അമ്മച്ചി എവിടെ ഒരു കെണി ഇട്ടേക്കില്ലേ, ആ സാധനമാണ്. നമുക്കിതിലെ പോയി നോക്കാം. നമ്മൾ ഷെഡ് മേടിച്ച് നമുക്കൊരു കല്ല് കിട്ടണം. ഒരു കല്ലും കൂടി വേണം. ഒരു കല്ല് കൂടി കിട്ടിയാലല്ലേ കാര്യമുള്ളൂ. അല്ല രണ്ടുപേരും ഞങ്ങൾക്ക് തട്ടാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പറ്റില്ല. നമുക്കിവിടെ നമുക്ക് ആരെങ്കിലും ആരെയും കാണാനില്ല. പക്ഷെ കല്ല് കിട്ടിയില്ല. നമുക്ക് ഇവിടെ എന്തെങ്കിലും ഉണ്ടെന്ന് നോക്കാം ഗൈസ്. കുറേ ഓക്സിജൻ ഉണ്ട്. ഉച്ചയ്ക്കൊരു കല്ല് വെച്ചോട്ടെ ഇവിടെ. ഒരു കല്ല് കിട്ടിയോടെ. അവിടെ ഒരു കല്ലുണ്ട്. നമുക്ക് ഈ കല്ല് എടുക്കാം ഗൈസ്. നമുക്ക് ഇതിൽ ഇങ്ങോട്ട് പോവാം. നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് പോവാം. ഇതിലൊക്കെ പോവായി വെക്കാം. അമ്മച്ചപ്പൂപ്പൻ വന്ന അപ്പൂപ്പൻ ജസ്റ്റ് മിസ്സാണ് ഗൈസ്. അപ്പോൾ നമ്മൾ കണ്ടില്ല ജസ്റ്റ് മിസ്സിനെ. അപ്പൂപ്പൻ പുറത്തേക്ക് പോയിക്കായിരുന്നു. ഇപ്പോൾ ഉള്ളേ പോയിട്ടുണ്ട്. നമുക്ക് മുകളിലേക്ക് പോവാം. അമ്മച്ചി ഉണ്ടാവില്ലല്ലോ അല്ലേ? അമ്മച്ചി ഉണ്ടാവാണ്ടിരുന്നാൽ മതിയായിരുന്നു ഗൈസ്. പൈസ ആരും കാണാനില്ല ഇവിടെ. ഇപ്പോൾ ആരും കാണാനില്ല ഇവിടെ. നമുക്ക് വേഗം അവിടെ വെപ്പെടുക്കണം. നമ്മൾ വെപ്പെടുത്തു. നമുക്ക് ഇവിടെ നിന്ന് നോക്കാം. ആരേലും വരികയാണെങ്കിൽ നമുക്ക് തട്ടാം ഗൈസ്. ആ അപ്പൂപ്പൻ ജസ്റ്റ് മിസ്സാണ് ഗൈസ്. നമ്മൾ കണ്ടില്ല ജസ്റ്റ് മിസ്സിനെ.
നമുക്ക് ഇവിടെ നോക്കാം ആരെങ്കിലും വരുന്നുണ്ടോന്ന്. പിന്നെ ഈ സാധനം കിട്ടി പിന്നെ ആരും വരില്ല, അല്ലെങ്കിൽ എല്ലാതും കൂടി എന്നെ നോക്കാൻ പറ്റും. എന്നാൽ ആരെങ്കിലും വായോ. സമ്മച്ചി വരുന്നുണ്ട്, സമ്മച്ചീനപ്പോൾ തട്ടണം നമുക്ക്. അമ്മച്ചീനെ നമ്മൾ തല കറക്കി വിട്ടിട്ടുണ്ട്. ഈ അപ്പൂപ്പം നമുക്ക് അമ്മച്ചീനെ തട്ടാം. നമുക്ക് മുകളിലേക്ക് പോവാം. അമ്മച്ചൊന്ന് മാറ്. നമുക്ക് മുകളിലേക്ക് പോയിട്ടേ അടിയിലേക്ക് ചാടണം. അപ്പൂപ്പം വന്നാൽ തീർന്നു. ഇവിടെ ലോക്ക്, വേഗം വായോ. ലോക്ക് തുറന്നു വാ. ഞങ്ങൾ ലോക്ക് തുറന്നു. നമുക്ക് മുകളിലേക്ക് പോവാം. നമ്മൾ മുകളിലെത്തി. ഞങ്ങൾക്ക് അടിയിലേക്ക് ചാടിയിട്ട് 2 കല്ല് വറക്കാം. അപ്പൂപ്പനെ തട്ടിയതിന് സമാധാനമായിരുന്നു. അതിന് അപ്പൂപ്പനെ തോക്ക് പോയി കിട്ടി. നമുക്ക് തോക്ക് എടുക്കാം. നമുക്ക് തോക്ക് കിട്ടിയാൽ എല്ലാത്തിനും തുരുതുര വെട്ടന്നെ, എല്ലാത്തിനും തീർക്കണം. നമുക്ക് കല്ല് കിട്ടണം. കല്ല് കിട്ടിയില്ല. കല്ല് വറക്കാം ഗൈസ്. നമുക്ക് 2, 3, 4 കല്ല്, 3 കല്ല് ഞങ്ങൾക്ക് അടുപ്പിച്ച് കിട്ടി ഗൈസ്. പൊളിച്ച് ഇത് പൊളിച്ച് ഗൈസ്. ഇതെവിടെ വരണം. സാധാരണ കിട്ടാറില്ല, പെട്ടെന്ന് കിട്ടി കളി. പൊളിച്ച് ഗൈസ്. ഇങ്ങനെയൊക്കെ കല്ല് കിട്ടണമെങ്കിൽ ഇങ്ങനെയൊക്കെ കിട്ടണം ഗൈസ്. തണ്ടർ പവർ നമ്മുടെ ഇങ്ങനെയൊക്കെ കിട്ടിയാൽ നമുക്ക് സെറ്റാക്കാൻ പറ്റുള്ള പരിപാടി ഗൈസ്. നമുക്ക് 3 കല്ല് കിട്ടിന് അപ്പൂപ്പനെ വരാൻ ഗൈസ്. അപ്പൂപ്പൻ മുകളിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. അപ്പൂപ്പനെ തട്ടണം. അപ്പൂപ്പനെ നമ്മൾ തല കറക്കി വിട്ടിട്ടുണ്ട്. നമുക്ക് ഹെഡ് ഷോട്ട് കൊടുക്കാം. അപ്പൂപ്പനെ നമ്മൾ തട്ടി ഞങ്ങൾക്ക് അപ്പൂപ്പൻ്റെ തോക്ക് എടുക്കണം. അപ്പൂപ്പ തോക്ക് തയ്യോ. അമ്മച്ചി വരുന്നുണ്ട്. കോടാൻ കഴിച്ച് ബാക്കിലേക്ക്. നീ പോയി വായി അമ്മച്ചേ. അമ്മച്ചീനെ തട്ടി മാറി ഇവിടെ നിന്ന്. ഇവിടെ എന്തെങ്കിലും ഉണ്ടോ നോക്കാം. ഇവിടെ നിന്നൊന്നും കാണാനില്ല. നമുക്ക് മുകളിലേക്ക് പോവാം കഴിച്ച്. മുകളിൽ ഈ വലിപ്പിൽ എന്തെങ്കിലും ഉണ്ടോ? ഇവിടെ ഒന്നുമില്ല. നമുക്ക് മുകളിലത്തെ ഫ്ലോറിൽ എന്താ നോക്കാം. ഇവിടെ എന്തെങ്കിലും ഉണ്ടോ നോക്കാം. ഇവിടെ ഒന്നുമില്ല. ഇത് എന്തത് ഈ വീട്ടിലൊന്നുമില്ലേ. ഒരു കാര്യം ചെയ്യാൻ കഴിച്ചു. ഒരു കൊണ്ടെടുത്തിട്ട് പോവാം. ഇവിടെ തോക്ക് പല ആടാക്കിയുണ്ട്. ഞങ്ങൾക്ക് മുകളിൽ കാക്കയുടെ അടുത്ത് എന്താ നോക്കാം കഴിച്ചു. കാക്കയുടെ അടുത്തതിൽ എന്തിട്ടൊരു ഉപകാരമുള്ള സാധനം ഉണ്ടായാൽ മതിയായിരുന്നു. കാക്ക ചതിച്ചില്ല. നമുക്ക് ഷെഡ് കിട്ടി. കാക്ക ഇപ്പം തട്ടണ ഗൈസ്. തട്ടണ്ട ഗൈസ്. കാക്ക പാവല്ലേ. കാക്കാടി ഇത്ര പാവമൊന്നല്ല. ചക്കൻ ഭയങ്കര സീനാണ്. എന്നെ കൊത്തൊക്കെ ചെയ്യും. കാണിച്ചാലോ ഗൈസ്. ഗൈസ് ഈ വേട്ടാളി എന്നെ കൊത്തി. അവനെ തട്ടാൻ ഗൈസ്. ഫസ്റ്റ് നമുക്ക് ഗേറ്റ് എസ്കേപ്പാണ് നമ്മൾ നോക്കണേ. അപ്പോൾ അതിനുള്ള സാധനങ്ങളൊക്കെ ഒന്ന് തപ്പി പിടിക്കണം. ഇതാണ് ഇപ്പോൾ ടാസ്ക്. നമുക്ക് പതുക്കെ നിലത്തേക്ക് ചാടി വയ്ക്കാമല്ലോ. ചാവില്ലല്ലോ അല്ലേ. അല്ലെങ്കിൽ വേണ്ട ഗൈസ്. വെറുതെ റിസ്ക് എടുക്കാൻ നിൽക്കണ്ട ഗൈസ്. നമുക്ക് നിലത്തേക്ക് ചാടാം. അത് നല്ലത്. പതുക്കെ ചാടിയാൽ മതി. വെറുതെ ഒന്നുമില്ല എനിക്ക് ഗൈസ്. നമുക്കൊരു കല്ല് കിട്ടിയത് കല്ല് വറക്കാം. അല്ലെങ്കിൽ അല്പം ആവശ്യമുള്ളപ്പോൾ നോക്കുമ്പോൾ കിട്ടില്ലേ. ഇപ്പോൾ പറക്കി വെച്ചാൽ നമുക്ക് നല്ലത്. ഒരു കാര്യം ചെയ്യാം ഗൈസ്. നമുക്ക് നമ്മുടെ ഈ അപ്പൂപ്പൻ പൂപ്പാവായോ. അപ്പൂപ്പനെ തട്ടി. ഇപ്പോൾ അമ്മച്ചീനെ തട്ടണം. അമ്മച്ചി ഇപ്പോൾ വരും ഗൈസ്. അത് വേണ്ട ഗൈസ്. ഇതിൽ വന്ന് നോക്കാം. അമ്മച്ചി വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് തട്ടാം. ഗൈസ് നമുക്ക് ഇവിടെ പോയി നോക്കാം. അമ്മച്ചി ചിലപ്പോൾ വന്നിട്ടുണ്ടാവും. ആ ഗൈസ് അമ്മച്ചിയെ വായോ. അമ്മച്ചിയെ തട്ടി. ഇനി ഗൈസ് നമുക്ക് കുറച്ച് പരിപാടി ഉണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം. അവിടെ തോക്ക് ഇവിടെ എടുക്കട്ടെ ഗൈസ്. നമുക്ക് അവിടെ സ്ലിംഗ് ഷോട്ട് എടുത്തിട്ട് അടിയിൽ ഒരു ചില്ല് പൊട്ടിക്കാനുള്ള സ്ഥലമില്ലേ, അവിടെ നിന്ന് പൊട്ടിച്ച് നോക്കാം. അവിടെ നേരം എന്തിട്ടേലും കിട്ടിയാൽ മതിയായിരുന്നു. വേഗം പോവാം. ഈ റൂമാണ് ഞാൻ പറഞ്ഞത്. പൊട്ടിക്കാം. നമുക്ക് ഉള്ളിൽ കയറിയാക്കാം. എന്തിട്ടേലും ഉണ്ടോ നോക്കാം. നമുക്ക് ഫ്യൂസ് കിട്ടി. അങ്ങോട്ട് ക്രോബാർ എടുത്തും അവിടേക്ക് പോയി നോക്കി നോക്കാം. എന്തിട്ടേലും ഉണ്ടാകുന്ന നമുക്ക് ഇവിടെ തുറന്ന് നോക്കാം. നമുക്ക് ജനറേറ്റർ കേബിൾ കിട്ടി ഗൈസ്.
വൗ, ജനറേറ്റർ. നമുക്കിനി മുകളിലേക്ക് പോകണം. സ്ലിംഗ് ഷോട്ട് കയ്യിൽ കരുതുന്നത് നല്ലതാണ്, അല്ലെങ്കിൽ ഇപ്പോൾ പെട്ടെന്ന് അമ്മച്ചിയൊക്കെ പറയുകയാണെങ്കിൽ തട്ടണമല്ലോ. ഇതല്ലേ നമ്മുടെ പരിപാടി, തട്ടലാണ് നമ്മുടെ പരിപാടി ഗൈസ്. ഇവിടെ ആരും കാണാതെ സേഫാണ്. വേഗം പുറത്തേക്ക് പോവാം. നമ്മുടെ തോക്കട കിടക്കുന്നുണ്ട് കാറിൻ്റെ ഉള്ളിൽ, നമുക്ക് ആ തോക്കെടുക്കാം. ഇവിടെ കിടന്നോട്ടെ. നമ്മുടെ തോക്ക് എടുക്കും. തോക്ക് ഇങ്ങോട്ട് പോയോ. സൗണ്ട് നിറച്ചുണ്ട്. ഞങ്ങൾക്ക് അമ്മച്ചി അപ്പോൾ പണി തട്ടാം. നമുക്കിതിലൊക്കെ ഒന്ന് പോയി നോക്കാം. ഓക്കെ, അത് പിടിച്ച് താഴ്ത്താം ഗൈസ്. ആ തേങ്ങ പൊട്ടിക്കാനുള്ള സാധനമില്ലേ അവിടെ, അത് ഇത് പിടിച്ച് താഴ്ത്താം. അമ്മച്ചി ശബ്ദം കേട്ട് വന്നോളും. അപ്പോൾ നമുക്ക് അമ്മച്ചിയെ തട്ടാം ഗൈസ്. അമ്മച്ചിയെ തട്ടിക്കളയാം. ഇവിടെ വെയിറ്റ് ചെയ്യാം ഗൈസ്. അമ്മച്ചി വരുമ്പോൾ നമുക്ക് തട്ടാം. അമ്മച്ചി, അപ്പൂപ്പ വായോ. പരിപാടികളുണ്ട് പക്ഷേ, വായോ, വേഗം വായോ, ടൈമില്ല, വായോ. ഗൈസ് അമ്മച്ചി ഇത്ര പെട്ടെന്ന് എത്തിയ. അമ്മച്ചി ഇതെന്തത് ലംബോർഗിനൊക്കെ എടുത്തു വന്ന. ഹലോ അമ്മച്ചി. ഗൈസ് അമ്മച്ചി അവിടെ തട്ടി ഗൈസ്. അല്ല പിന്നെ അതൊക്കെ അത്ര ഉള്ളു. അപ്പൂപ്പനെയും കൂടി തട്ടാണ്ട്. അപ്പൂപ്പ വായോ. ഇവിടെ നിന്ന് ആരും കാണാനില്ല. അപ്പൂപ്പൻ ബ്രോ കമോൺ. അപ്പൂപ്പ ഇങ്ങോട്ട് വന്നാ ഗൈസ്, കാണാനൊന്നില്ലേ. ഉപ്പൻ വരുമോ? ഉപ്പൻ വരേണ്ടതാണ്, കാരണം ഗ്രാനി നമ്മൾ തട്ടിയില്ല അമ്മച്ചീനെ. പൂപ്പ വേറെ അറിയൂ ഗൈസ്. അപ്പൂപ്പ എത്ര പെട്ടെന്ന് എത്തിയ. പൂപ്പ അങ്ങോട്ട് വന്നോ, കുറച്ച് പരിപാടിയുണ്ട്. നമുക്ക് ഒരു കാര്യം ചെയ്യാം ഗൈസ്. നമ്മുടെ തോക്കോടെ അല്ല നമ്മുടെ പ്ലാങ്ക് ഇവിടെ കിടക്കുന്നുണ്ട്. നമുക്ക് പ്ലാങ്ക് എടുത്തോണ്ടേ മുകളിലെ റൂമിലേക്ക് പോവാം. അവിടെ എന്തെങ്കിലും ഉണ്ടോ നോക്കാം. ഗൈസ് നമുക്ക് സത്യം പറഞ്ഞാൽ അവിടെ ഗേറ്റ് എസ്കേപ്പിനായിട്ടുള്ള 3 സാധനം കിട്ടി. ഒരു സാധനം നമ്മുടെ ക്രാങ്കും കൂടി കിട്ടിയാൽ മതി. അപ്പോൾ നമ്മൾ എസ്കേപ്പ് ആവുള്ള സാധനങ്ങളൊക്കെ കിട്ടി. പിന്നെ സെറ്റ് ചെയ്യില്ല വേണ്ടോ, കാരണം ഗൈസ് നമ്മുടെ ഫ്യൂസ് നമ്മുടെ അടിയിലത്തെ റൂമിലുണ്ട്. പിന്നെ അവിടെ ഗൈസ് നമുക്ക് ബ്രിഡ്ജ് ക്രാങ്ക് കിട്ടി ഗൈസ്. ഗൈസ് നമുക്ക് എല്ലാം കിട്ടി. വൗ, ബോംബ്ലാസ്റ്റിക്, എലാസ്റ്റിക്. നമുക്ക് എല്ലാ സാധനവും കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് പതുക്കെ ചാവാതെ നോക്കി അടിയിലേക്ക് ചാടണം. ഇഷ്ടത്തില്ല വൈദ്യം. നമുക്ക് നമ്മുടെ തോക്ക് എടുക്കാണ്ട്. നമ്മുടെ തോക്ക് ഇവിടെ ഉണ്ടായിരുന്നു, നമ്മളിവിടെ ഇട്ട്. അവിടെ തോക്കാണ് ഗൈസ്, ഇതായിരിക്കണം നമ്മുടെ തോക്ക്. ഗൈസ് അവിടെ ഇവിടെ 2 ഉണ്ടുണ്ട്, അതെടുക്കാം. ഗൈസ് കണ്ട് ഗൈസ്, ആരോ കണ്ട്. നമ്മളെ സമ്മച്ചിയാണ്. അമ്മച്ചി തട്ടി. അപ്പൂപ്പനെ തട്ടണം. ഉപ്പ വരും ഗൈസ്. ഉപ്പ വായോ. അപ്പൂപ്പൻ വരുന്നില്ലല്ലോ. അപ്പൂപ്പ വരണ്ടേ. നമുക്ക് അടിയെ പോയിട്ട് അവിടെ ഫ്യൂസ് എടുക്കാം. സൈഡ് മുമ്പ് നമുക്ക് നമ്മുടെ കാക്കയുടെ ഷെഡിലേക്ക് എടുക്കാം. നമുക്ക് വേഗം മോളെ പോവാം. ഇവിടെ ഉണ്ട് ഗൈസ്. വേഗം നമുക്ക് എടുക്കണം. ഷെഡ് എടുത്തിട്ടുണ്ട്. ഞങ്ങൾക്ക് അടിയിലേക്ക് പോവാം. നമുക്ക് ഷെഡ് തുറക്കാണ്ട്. വേഗം പോയി ഷെഡ് തുറക്കണം. നമ്മൾ ഷെഡ് തുറന്നു. നമുക്ക് അടിയെ പോയിട്ട് അവിടെ ഫ്യൂസ് എടുക്കാം. നമുക്ക് ഓടി പോവാം. ജനറേറ്റർ ഫിക്സ് ചെയ്യാം, അതല്ലത്. അല്ലെങ്കിൽ എന്നാലും നമുക്ക് ഫ്യൂസ് എടുത്തിട്ട് പിന്നെ ഫിക്സ് ചെയ്തിട്ട് ഓണാക്കാൻ പറ്റുള്ളൂ. കറണ്ട് വേണമല്ലോ.
നമുക്ക് വേഗം പോവാം. അമ്മച്ച പൂപ്പണൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ. അമ്മച്ചി തല്ലി ഗൈസ്, കണ്ടില്ലേ പെട്ടെന്ന്. അയ്യോ അമ്മച്ചി തല്ലി ഗൈസ്. ഡേ 2 ആയി. നമ്മൾ ഉറക്കത്തിൽ നിന്നൊക്കെ എനിക്ക് വന്നു. ഇത് തുറക്കാം ഗൈസ്. നമുക്ക് ഫ്യൂസ് എടുക്കാം. എന്നിട്ട് അവിടെ കൊണ്ടായിട്ടിട്ടാണ്ട് ജനറേറ്റർ ഫിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്യൂസ് ഓണാക്കാം. നമ്മുടെ ഫ്യൂസ് എടുത്തു. ഞങ്ങൾക്ക് അങ്ങോട്ട് പോവാം. നമ്മുടെ ജനറേറ്റർ സെറ്റ് ചെയ്യാം. ആരോ കണ്ട് അപ്പൂപ്പൻ കണ്ട് ഗൈസ്. വെടി വെച്ച് നമ്മളെ ഉന്നം കിട്ടിയില്ല അപ്പൂപ്പന്. ജനറേറ്റർ അവിടെ കണ്ടു ഗൈസ്. നമുക്ക് പോയിട്ട് നമ്മൾ ജനറേറ്റർ എടുക്കാം. എന്നിട്ട് ഫിക്സ് ചെയ്യാം. ബിരിയാണി അമ്മച്ചി ഇതേ മുകളിലേക്ക് പോയി. അവിടെ ജനറേറ്ററിലേക്ക് എടുക്കണു. നമുക്ക് ആ ജനറേറ്ററിൻ്റെ ഫിക്സ് ചെയ്യാം. പക്ഷേ അമ്മച്ചി അപ്പൂപ്പനെ വേഗം കളി തീർത്തിട്ട് പോകാനാണ് എനിക്ക് അപ്പൂപ്പൻ്റെ വീട്ടിൽ നിന്ന്. എത്ര സ്പീഡിൽ ചെയ്യണം, ഹൈ സ്പീഡാണ് കേസ്. എനിക്ക് ജനറേറ്റർ സെറ്റ് ചെയ്തിട്ട് കറണ്ട് വന്നു. ഞങ്ങൾക്ക് ഇവിടെ ഫ്യൂസ് കൊണ്ടുപോയി സെറ്റ് ചെയ്യാം. ഗൈസ് അപ്പൂപ്പൻ കണ്ട് ഗൈസ്. നമുക്ക് ഓടാൻ ഗൈസ്. അവിടേക്ക് ഉപ്പൻ വെടിവെക്കാണ്ടിരുന്നാൽ മതി. ഉപ്പനെ ബാക്കിൽ കാണാനില്ലേ ഗൈസ്. ഉപ്പൻ പോയിണ്ടാവും ഗൈസ്. നമുക്ക് അങ്ങോട്ട് പോവാം. മുകളിലേക്ക് അമ്മച്ചി ഉണ്ടാവില്ലായിരിക്കും. ഉണ്ടായാൽ നമ്മൾ ചത്ത് ഗൈസ്. അയ്യോ ഗൈസ് അമ്മച്ചി ട്രാപ്പ് ഇട്ടുണ്ടായി. നമുക്ക് മുകളിലേക്ക് പോവാം. നമുക്കത് ഫ്യൂസ് സെറ്റ് ചെയ്തിട്ട് ഓണാക്കാം. നമുക്ക് ബ്രിഡ്ജ് ഗ്രാങ്ക് കൂടി സെറ്റ് ചെയ്യാണ്ട് അത് കഴിഞ്ഞാൽ നമുക്ക് എസ്കേപ്പ് ആവാം. അവിടെ നമുക്ക് അടിയിലേക്ക് പോവാം. ബ്രിഡ്ജ് ഗ്രാങ്ക് എവിടെയാണെന്ന് എനിക്ക് ഓർമ്മയില്ല ഗൈസ്. പോയി നോക്കാം. അവിടെ ബ്രിഡ്ജ് ഗ്രാങ്ക് അവിടെ ഇട്ട് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ എനിക്കൊന്ന് അടുക്കളയിലുണ്ടെന്ന്. അമ്മച്ചി അങ്ങോട്ട് വരുന്നുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാൻ പോയി പൂണ കഴിക്കാൻ അവിടെ സ്ലിംഗ് ഷോട്ട് എടുക്കാം. അപ്പോൾ നമുക്ക് അമ്മച്ചി കണ്ടാലും തട്ടാലോ. അമ്മച്ചിയെ തട്ടി. നമ്മുടെ ബ്രിഡ്ജ് ഗ്രാങ്കതയൊക്കെ എടുക്കണു. ഒരു കാര്യം ചെയ്യാൻ കഴിയും. അപ്പൂപ്പ വരുമ്പോൾ അപ്പൂപ്പനെയും കൂടി തട്ടിയിട്ട് നമുക്ക് പോവാം. അപ്പൂപ്പനെ കാണാനില്ല. അപ്പോൾ വേഗം വായ, എനിക്ക് പോവാനുള്ളതാ. അപ്പൂപ്പ ഒന്ന് വേഗം വരുമോ? അപ്പൂപ്പനെ കാണാനില്ല ഗസ്. അപ്പൂപ്പനെ നമ്മൾ തല വെറ്റിച്ചിട്ടുണ്ട് ഗസ്. അവിടെ ബ്രിഡ്ജ് ഗ്രാങ്ക് എടുത്തിട്ട് നമുക്ക് വേഗം പോയി ഫിക്സ് ചെയ്തിട്ടേ നമുക്ക് നാട് കിടക്കാം. അവിടെ ബ്രിഡ്ജ് ക്രാങ്ക് സെറ്റ് ചെയ്യാനുള്ള സാധനം നമ്മൾ അവസാന സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു ഗൈസ്. ഇത് നമ്മൾ ചെയ്തു ഗൈസ്. ഇത് നമ്മൾ എസ്കേപ്പ് ആവാൻ പോകുന്നു. താഴെ വേഗം താഴെ ബ്രിഡ്ജ്. ഇത് നമ്മൾ എസ്കേപ്പ് ആവുന്നു ഗൈസ്. ടാറ്റാ ബൈ. അപ്പോൾ ഗൈസ് നമ്മൾ എസ്കേപ്പ് ആയിരിക്കുകയാണ് ഗൈസ്. നമ്മൾ അപ്പൂപ്പൻ്റെ അമ്മച്ചിയുടെ വീട്ടിൽ നിന്ന് എസ്കേപ്പായി. അയ്യോ പാവ അപ്പൂപ്പൻ്റെ അമ്മച്ചി അല്ല സിലിണ്ടറിനയച്ചി വന്നിട്ടൊക്കെ ഉണ്ടാ അറിഞ്ഞില്ല. അപ്പോൾ ഗൈസ് അത് എൻ്റെ ഉണ്ട്. എല്ലാവരും മാക്സിമം ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ബൈ.